ഈ വെറുതെ അനാവശ്യമായ വിവാദം ഉയർത്തുന്നതിനാണ്. RSSനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് ഗോവിന്ദ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പാർട്ടിയുടെ PB അംഗം കൂടിയാണ്. അദ്ദേഹവും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലോ ഇപ്പോഴോ ഇനി വരാനിരിക്കുന്ന നാളുകളിലോ RSSുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഒരു തരത്തിലുള്ള ബന്ധമിനി ഉണ്ടാകാനും പോകുന്നില്ല. ഈ കാര്യം പാർട്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോവിന്ദ മാഷ് നടത്തിയിട്ടുള്ള പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് തെരഞ്ഞെടുപ്പിന് UDFന് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. അതുകൊണ്ടൊന്നും RSSനോടുള്ള നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIഎമ്മും RSSനോട് വിട്ടുവീഴ്ചയില്ലാത്തത്. അതൊരു വർഗീയ പാർട്ടിയാണ്, വർഗീയ സംഘടനയാണ്. RSS ഒരു വർഗീയ സംഘടനയാണ്. RSS സംഘപരിവാർ ശക്തികളാണ് BJPക്ക് നേതൃത്വം നൽകുന്നത്. ഈ കൂട്ടുകെട്ട് ആണ് ഇന്ത്യയിൽ ഇന്ന് ഭരണത്തിലുള്ളത്. അത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ആ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന RSSുമായോ SDPIയുമായോ ജമായത്തുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഗോവിന്ദ മാഷും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് വസ്തുത. ഗോവിന്ദ മാഷെ പ്രസ്താവനയെ വളച്ചൊടിച്ച് അത് വേറെ എന്തോ സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇന്നലെ ഉണ്ടായത്. അങ്ങനെ ചില അഭിപ്രായങ്ങൾ വന്ന സമയത്ത് ഗോവിന്ദ മാഷ് തന്നെ പത്രക്കാരെ വിളിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്.